അപ്പം ഇന്ന് നമുക്കൊരു നോമ്പ് കഞ്ഞി ആയാലോ. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലെ പള്ളികളിലൊക്കെ നോമ്പായി ഉണ്ടാക്കുന്ന അടിപൊളി ഒരു നോമ്പ് കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ബിരിയാണി അരിയും 1/2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ബിരിയാണി അരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊന്നേരി എടുത്താലും മതി, നമ്മൾ ചോറ് വയ്ക്കുന്ന പൊന്നേരി, അതല്ലെങ്കിൽ നല്ല പച്ചരി എടുത്താലും മതി. ബിരിയാണി അരി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ചെറുപയർ പരിപ്പും ബിരിയാണി ഞാൻ നന്നായി കഴുകി വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കഞ്ഞിക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. അപ്പോൾ കഞ്ഞിയിൽ ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു 10 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കുരുമുളക് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ ചിരവിയത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഓപ്ഷനിലാണ് കേട്ടോ, അത് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അധികം പൊടിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ ചതച്ചെടുത്താൽ മതി. നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണി അരിയും ചെറുപയർ പരിപ്പും ആ വെള്ളത്തോട് കൂടി തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചതച്ചത് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. വെന്ത് വരുമ്പോൾ നമുക്ക് എരിവ് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചിരവിയ തേങ്ങ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അരിയും ചെറുപയറും നമ്മൾ കുതിർത്താനായിട്ട് എടുത്തിട്ടുള്ള വെള്ളം മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരുമ്പോൾ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് പാത്രം അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. കഞ്ഞി തിളച്ച് പോവാതിരിക്കാൻ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് മൂടി വയ്ക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചെറുപയറും അരിയൊക്കെ ഒന്നും കൂടി വേവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ചതച്ച കുരുമുളക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
മുളക് പൊടി വേണം നിർബന്ധമില്ല, അതല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് എരിവ് കറക്റ്റ് ആയിരിക്കും ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെറുപയറും അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കഞ്ഞിയിൽ ഒഴിക്കാനായിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കഞ്ഞിയിൽ കുറച്ച് ജീരകപ്പൊടികൾ ചേർക്കാനുണ്ട്. നല്ല ജീരകത്തിൻ്റെ പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയും. അപ്പോൾ നല്ല ജീരകത്തിൻ്റെ പൊടി ഞാൻ ഇവിടെ 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്, അതും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകവും പെരുംജീരകവും പൊടിച്ചതുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ അരച്ച തേങ്ങ മുഴുവൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി എനിക്ക് ഒഴിച്ചു കൊടുക്കാം. എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുക, അതുപോലെ മുളക് പൊടി ഒഴിവാക്കുകയും ചെയ്യുക കേട്ടോ. കഞ്ഞിക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷെ ഈ ഒരു കട്ടിയിൽ കുടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കഞ്ഞിയൊക്കെ ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് താളിച്ചെടുക്കാനേ ഉള്ളൂ. പിന്നെ ഒരു സവോള നമുക്കൊന്ന് മൊരിയിച്ചിടാം. നമ്മൾ ബിരിയാണിക്കൊക്കെ മേലിടാൻ മൊരിക്കുന്ന പോലെ ഒരു സവോള നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം സവോള ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. അപ്പം അതിനു വേണ്ടി ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സവോള മൊരിയിച്ചെടുത്ത് അത് ഓയിലിൽ തന്നെയാണ് കേട്ടോ ഞാൻ കഞ്ഞി താളിക്കുന്നത്. സവോള മൊരിയിച്ചെടുത്ത ഓയിലിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കുമല്ലോ. നമ്മൾ അതിൽ തന്നെ താളിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കഞ്ഞി താളിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കടുക്,
പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, ഉണക്കമുളകൊക്കെ എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് സാധാ ഉണക്കമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ കാശ്മീരി മുളകാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ തളിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് സ്പ്ലിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായി മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ താളിച്ചെടുത്തില്ല, നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സിമ്മിൽ ഒരു 2-3 മിനിറ്റ് വയ്ക്കാം കേട്ടോ. കഞ്ഞി ആ ഒരു ചെറിയ ചൂട് തന്നെ കുടിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ നോമ്പ് കഞ്ഞി ഇവിടെ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഞ്ഞി വിളമ്പിയതിന് ശേഷം താളിച്ചത് കുറച്ച് മാറ്റി വെച്ചതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ നമ്മൾ മൊരിയിച്ച സവാള മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കഞ്ഞിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.